ആവട്ടെ എന്ന് പറയാനാണ്. ഞാൻ താങ്കൾ പറയുന്നത് ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഈ മഹത്തായ അവസരത്തിലൂടെ വലിയൊരു ഗ്രോത്തിലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ട് മനസ്സിലായ ഒരു മദ്രസയിൽ ഉസ്താദായി എനിക്ക് മറ്റു പല മേഖലയിലും ശരിയായ വർക്ക് ചെയ്യുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അതിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും വിദ്യാഭ്യാസമെന്നോ അല്ലെങ്കിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കമ്പനി വരുമാനം കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? മനസ്സിൽ തീരുമാനം ഉണ്ടായാൽ മതി. തീരുമാനം എന്ന മഹത്തായിരിക്കുന്ന ഒരു ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ ഏതറ്റം വരെ വിജയിക്കാനും നമുക്ക് സാധിക്കും. പക്ഷെ നാം ശ്രദ്ധിക്കുന്നത് ഈ GTS പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കി ഇതൊന്നും അറിയാത്ത നമ്മൾ തൊട്ട അയൽവാസിയോട് പറയും, നമ്മൾ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രോഗ്രാം കേട്ടിട്ടുണ്ട്, എന്റെ അഭിപ്രായം എന്താണ്? ഈ വ്യക്തി എന്തോ ഒരു ജീവിച്ചത് മുതൽ ഇതുവരെ ഇങ്ങനെ സംഭവം കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഒന്നും കേൾക്കാത്ത, ഗവൺമെന്റ് അംഗീകരിച്ച് ഒന്നുപോലും അറിയാത്ത, ഒരു പത്രം വായിക്കാത്ത, ഒരു വീഡിയോ കേൾക്കാത്ത, ഒന്നും അറിയാത്ത ഒരു വ്യക്തി പറയും ഇജ്ജും പോയി കുടുങ്ങിയോന്ന് ചോദിക്കും. ഇതെല്ലാം അറിഞ്ഞ ഗവൺമെന്റ് പഠിച്ച് നമ്മോട് പ്രൊമോട്ട് ചെയ്ത ഈ മഹത്തായ അവസരം നമ്മളാ കേട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ്. ലോകം മുഴുവനും നീ പരാജയപ്പെടുമെന്ന് പറഞ്ഞാലും സ്വന്തത്തെ കുറിച്ച് വിശ്വാസം ഉണ്ടായി ഞാൻ വിജയിക്കുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വിജയിക്കാൻ സാധിക്കും? നേരെ മറിച്ച് ലോകം മുഴുവനും പറഞ്ഞു നീ വിജയിക്കുമെന്ന്, പക്ഷെ സ്വന്തം മനസ്സിൽ ഞാൻ പരാജയപ്പെടുമെന്ന് ചിന്തയാണെങ്കിലോ നമ്മൾ ഒരിക്കലും വിജയിക്കില്ല. അതുകൊണ്ട് നമുക്ക് നമ്മെ വിശ്വാസം ഉണ്ടായാൽ ആ ഒരു വിശ്വാസത്തിന്റെ കൂടെ നമ്മൾ പാറ പോലെ ഉറച്ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലീഡേഴ്സ് എന്ത് പറയുന്നു, മൈ ലൈഫ് കമ്പനി ഏത് രീതിയിൽ വർക്ക് ചെയ്യാൻ പറയുന്നു അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വല്ലാതെ വഴികാലത്ത് തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ഓരോ ലീഡേഴ്സും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ പ്രയാസപ്പെട്ട് കെട്ടിപ്പടുത്ത ഈ മഹത്തായിരിക്കുന്ന അവസരം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യലോടുകൂടെ തന്നെ ഇത് ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ആളുകൾ ഇത് അന്വേഷിച്ചുകൊണ്ട് ഏറ്റെടുക്കും. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ജനങ്ങള് നമ്മുടെ താഴെയായിരിക്കണം, നമ്മളിലൂടെ ആയിരിക്കണം വലിയൊരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടത്. അപ്പൊ ആരോഗ്യം, വരുമാനവും സന്തോഷവും സമൂഹത്തിന് നമുക്ക് കൈമാറ്റം ചെയ്താൽ അത് നമുക്ക് കൂടി വലിയ മുതൽക്കൂട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവരും വിജയാശംസകൾ നേർന്നു.